നമസ്കാരം. ഞാൻ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഡോക്ടർ രാജേന്ദ്ര കുറുപ്പിൻ്റെ അടുത്താണ്. നമുക്ക് ആധ്യാത്മികതയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയാനും അത് അദ്ദേഹത്തിൽ നിന്ന് പകർന്നെടുക്കാനുമാണ് എത്തിയിരിക്കുന്നത്. നമസ്കാരം. നമസ്കാരം. ഞാൻ ഈ ആധ്യാത്മികതയെന്നും പറഞ്ഞിട്ട് ഇവിടെ കയറി വരുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നൊരു രൂപമുണ്ട്. പൊതുവേ നമ്മളെവിടെ പോയാലും ഒന്നുകിൽ ഫുള്ളായിട്ടൊരു കാവ്യ വസ്ത്രമായിരിക്കും, അതല്ലെങ്കിൽ തൂവെള്ള വസ്ത്രം. ആ വസ്ത്രത്തിൽ തന്നെ വ്യത്യസ്തതയാണ് ഫീൽ ചെയ്തത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ? അതിലൂടെ നമുക്ക് പോകാം. അതെ, തീർച്ചയായിട്ടും. നമ്മളിപ്പോൾ ഈ വസ്ത്രധാരണം ഒക്കെ എന്ന് പറയുമ്പോൾ അത് വളരെ ബാഹ്യമായിട്ടുള്ള ഓരോ ചിഹ്നങ്ങളും അടയാളങ്ങളും ഒക്കെ അല്ലേ ഒരുപക്ഷെ. ശരിക്കുള്ള ഒരു സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ആത്മീയത എന്ന് പറയുന്നതിന് ശരിക്കും അതൊക്കെ ഒരു ബാധകമാണ്. നമുക്ക് ഇന്റേണൽ ട്രാൻസ്ഫോർമേഷൻ അല്ലേ മനുഷ്യർക്ക് ഉണ്ടാവേണ്ടത്. എക്സ്റ്റേണൽ ആയിട്ട് നമുക്കിപ്പം എന്തൊക്കെ ഇപ്പം വസ്ത്രധാരണങ്ങൾ നടത്തിയാലും, അല്ലെങ്കിൽ നമ്മളൊരു പ്രത്യേക രീതിയിൽ താടി വളർത്തിയാലും, അല്ലെങ്കിൽ ഒരു പ്രത്യേക തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിച്ചാലും ഒക്കെ അകത്തു നിന്ന് നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇതുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? അപ്പോൾ മനുഷ്യന് ഇപ്പം ഇപ്പം സ്പിരിച്വാലിറ്റി ആണെങ്കിലും ആത്മീയതയാണെങ്കിലും ഒക്കെ ആ ഒരു നമ്മുടെ അകത്തു നിന്നുള്ള ആ ഒരു ട്രാൻസ്ഫോർമേഷന് ഉപകരിക്കുമെങ്കിൽ മാത്രമേ ഇതുകൊണ്ടൊക്കെ പ്രയോജനമുള്ളൂ. ബാക്കിയെല്ലാം വെറും ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള വസ്ത്രം എന്താണോ അത് നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതേ ഉള്ളൂ. റിയൽ സ്പിരിച്വാലിറ്റിക്ക് അതൊന്നും ഒരു വലിയ ഘടകമാണെന്ന് തോന്നുന്നില്ല. പിന്നെ ചിലപ്പോൾ ഇപ്പോൾ സപ്പോസ് നമ്മൾ നിലത്താണ് ഇരിക്കുക എങ്കിൽ അതിന് സൗകര്യമായിട്ടുള്ള വളരെ ലൂസായിട്ടും ഒക്കെ ഉള്ളതോ ജുബ പോലെയൊക്കെ ഉള്ളതോ ഒക്കെ നമുക്കാവാം. പക്ഷേ അതൊന്നും ഇതിനൊരു ബാരിയറായിട്ടുള്ള കാര്യങ്ങളല്ല. ഈ ആധ്യാത്മികത എന്താണ് ശരിക്കും? ആധ്യാത്മികത എന്ന് പറയുമ്പോൾ അതിന് പല വെർഷൻസും പല ഭാഗങ്ങളും ഉണ്ട്. പക്ഷേ യോഗ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആത്മീയമായിട്ടുള്ള നമ്മുടെ ആ ഒരു ഉന്നതി, ഊർധ്വഗതി. ഇപ്പോൾ ഭഗവത്ഗീതയിൽ തന്നെ ഊർധ്വഗതിയെപ്പറ്റിയും അധോഗതിയെപ്പറ്റിയും ഭഗവാൻ പറയുന്നുണ്ട്. അപ്പോൾ ഊർധ്വഗതി എന്ന് പറയുന്നത് നമ്മുടെ ആ ഉയർച്ചയിലേക്കുള്ള നമ്മുടെ ആ ഒരു യാത്രയാണ് ഉദ്ദേശിക്കുന്നത്. അധോഗതി നമ്മുടെ താഴോട്ടുള്ള ആ ഒരു ഇതിനെയാണ്. അപ്പോൾ ഒരു മനുഷ്യനിൽ നമ്മുടെ ഉയർച്ചയിലേക്കുള്ള ഒരു യാത്ര ആരംഭിക്കുന്നത് അവൻ യോഗ പ്രാപിക്കുമ്പോഴാണ്. യോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ നമ്മൾ യോഗയെ പറ്റി പറയുമ്പോൾ സാധാരണ രീതിയിൽ മനുഷ്യൻ പെട്ടെന്ന് ചിന്തിക്കുക, അവരുടെ ഉള്ളിൽ വരിക. ഇപ്പോൾ കാരണം പ്രത്യേകിച്ചും നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ മാർക്കറ്റിൽ പലതരം യോഗകൾ പുതിയതായിട്ടും ഒക്കെ പല തരത്തിലുള്ള യോഗകൾ അവൈലബിളാണ്. അപ്പോൾ പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് യോഗ? കാരണം നമ്മളുടെ എല്ലാം ഉള്ളിൽ നമ്മൾ ജനിക്കുമ്പോൾ ഒരു ഈശ്വര ചൈതന്യം നമ്മുടെ ഉള്ളിൽ ജനിക്കുന്നുണ്ട്. നമ്മൾ ഈ വെളിയിൽ കാണുന്നതല്ലാതെ, നമ്മുടെ ഈ ഭൗതിക ശരീരമല്ലാതെ നമ്മുടെ ഇവിടെ ഒരു സൂക്ഷ്മ ശരീരം നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ജനിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മളുടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നമ്മളൊരു പുതിയ കുഞ്ഞ് ജന്മം കൊള്ളുന്ന സമയത്ത് ഏകദേശം 8 ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ടാണ് ആ ഗർഭസ്ഥ ശിശുവിന് ഹാർട്ട് ബീറ്റ് തുടങ്ങുക എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അല്ലേ? കാരണം ആ സമയത്താണ് ഈ അമ്മയുടെ പുക്കിൾക്കൊടിയിലൂടെ ആ ഗർഭത്തിലുള്ള കുഞ്ഞിൻ്റെ മൂർധാവിലൂടെ ഈശ്വര ചൈതന്യം നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ചെല്ലുന്നത്. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ചെന്നിട്ട് നമുക്ക് ഒരു 3 പ്രധാന നാഡികളും 7 ചക്രങ്ങളും ചേർന്നിട്ടുള്ള 7 ഊർജ സ്രോതസ്സുകളാവുന്ന ഊർജ കേന്ദ്രങ്ങളും ചേർന്നിട്ടുള്ള ഒരു സൂക്ഷ്മ ശരീരം ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ അവശേഷിക്കുന്ന ഭാഗം ആത്മാവായിട്ട് നമ്മുടെ ഉള്ളിലും ആ ദേവി ചൈതന്യത്തിൻ്റെ, അല്ലെങ്കിൽ അതിന് സമാനമായ മറ്റ് പല പേരിലും പല സ്ക്രിപ്ചേഴ്സിലും പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ ഒരു യൂണിവേഴ്സ് മുഴുവൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ യൂണിവേഴ്സൽ മദറിൻ്റെ നമ്മുടെ ഉള്ളിലുള്ള റിഫ്ലക്ഷനായിട്ട്, അതിനിപ്പോൾ സംസ്കൃതത്തിൽ പണ്ടുകാലം മുതൽ നമ്മൾ കുണ്ടലിനി എന്ന് പറയും. അത് ആ ഫീമെയിൽ എനർജിയുടെ, ആ മാതൃ എനർജിയുടെ നമ്മുടെ ഉള്ളിലുള്ള റിഫ്ലക്ഷനാണ്. അതപ്പോൾ ആ നമ്മുടെ ഒന്നാമത്തെ ഊർജ്ജകേന്ദ്രമായിട്ടുള്ള മൂലാധാരത്തിന് മുകളിലും കുടികൊള്ളുന്നുണ്ട്. അപ്പോൾ ഈ എനർജിയെ വീണ്ടും ഉണർത്തി അത് നമ്മുടെ ആത്മാവുമായിട്ട് ആ മറ്റ് ഊർജ്ജ കേന്ദ്രങ്ങളിലൂടെ കടന്നു വന്ന് നമ്മുടെ ഹൃദയത്തിലുള്ള ആത്മാവുമായിട്ട് കൂടി ചേർന്നിട്ട് വീണ്ടും ആ മറ്റ് ചക്രങ്ങളിലൂടെ വന്നിട്ട് നമ്മുടെ മൂർധാവിൽ ഈ സഹസ്രാരപത്മം എന്ന് പറയുന്നത് അവിടെ വരുമ്പോഴാണ് നമ്മൾ പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ ആ ക്രിയേറ്റർ, അതിനെ ഇപ്പോൾ നമ്മൾ ഏത് പേരിൽ പറഞ്ഞാലും അദ്ദേഹത്തിന് അതിന് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. പക്ഷേ നമ്മുടെ എല്ലാം സൃഷ്ടികർത്താവായിട്ടുള്ള ആ ഓൾമൈറ്റി ആയിട്ടുള്ള ആ സ്രോതസ്സുമായിട്ട് നമ്മൾ കൂടിച്ചേരുന്നു. ആ യൂണിയനാണ് ആക്ച്വലി യോഗ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മനുഷ്യനിൽ ബേസിക്കലി 2 തരത്തിലുള്ള യോഗ സംഭവിക്കേണ്ടതുണ്ട്. ഒന്ന്, ആദ്യം മാതൃ എനർജി ആയിട്ടുള്ള ഹാഫ് വന്നിട്ട് ഹൃദയത്തിലുള്ള
ആ ചൈതന്യവുമായിട്ട്, ഇപ്പോൾ ശിവചൈതന്യം എന്നൊക്കെ നമുക്ക് പറയാം, ആ ശിവ ചൈതന്യവുമായിട്ട് കൂടിച്ചേർന്നിട്ട് മൂർധാവിൽ വന്നിട്ട് ആ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആ ഡിവൈൻ എനർജിയുമായിട്ട് കൂടിച്ചേരുന്ന ആ കൂടിച്ചേരലാണ് യോഗ. അപ്പോൾ ആ യൂണിയൻ സംഭവിക്കുമ്പം അത് ആത്മസാക്ഷാത്കാരം, അതായത് സെൽഫ് റിയലൈസേഷൻ എന്ന് പറയും. അപ്പോൾ നമ്മൾ ആരാണെന്നുള്ള ആ ഒരു തിരിച്ചറിവ് അതൊരു വലിയ പ്രധാന ഘടകമാണ്. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ നമ്മളിപ്പം ഏതൊരു സ്ക്രിപ്റ്റേഴ്സ് ആണെങ്കിലും നമ്മളിപ്പോൾ വളരെ ഓരോ വേർഡ് ബൈ വേർഡ് നമ്മളെല്ലാം മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാലും നമുക്ക് മനസ്സുണ്ട്, ബുദ്ധിയുണ്ട്, ഹൃദയമുണ്ട്. ഇപ്പോൾ മനസ്സെന്ന് പറയുന്നത് വളരെ ഇലൂസീവായിട്ടുള്ള ഒന്നാണ്. ഇപ്പോൾ ഞാൻ ഇപ്പോൾ ചോദിക്കുകയാണ് മനസ്സ് എവിടെയാണ് ലൊക്കേറ്റഡ്, പറയാൻ പറ്റുമോ? പറ്റില്ല. ഇപ്പം എന്നാൽ ഇപ്പോൾ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒട്ടുമിക്കവാറും സ്പീച്ചസും കാര്യങ്ങളും പഠിപ്പീരും ഒക്കെ മനസ്സിനെ ബേസ് ചെയ്താണ്. പക്ഷേ ഇലൂസീവായിട്ടുള്ള ഒരു കാര്യമാണ് മനസ്സ്. അതുപോലും നമുക്ക് തിരിച്ചറിയാൻ കഴിയണമെങ്കിൽ മിനിമം നമ്മൾ യോഗ പ്രാപിക്കണം, നമ്മുടെ ആ ക്രിയേറ്ററുമായിട്ടുള്ള യൂണിയൻ പ്രാപിക്കണം. അത് ഇപ്പം ഞാനിത് ഇങ്ങനെ പറയുമ്പോഴും പെട്ടെന്ന് വിചാരിക്കും ഇതെന്തോ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ടാസ്ക് ആണെന്ന്. നോ, കാരണം ഇത് വളരെ സഹജമായിട്ട്, വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ എല്ലാവർക്കും നിഷ്പ്രയാസം, ഈ കാലഘട്ടത്തിൻ്റെ ഒരു സവിശേഷത, നമുക്ക് നിഷ്പ്രയാസം സാധിക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ മാനസികമായി തയ്യാറെടുക്കണം. അതിലേക്ക് നമുക്കതിനുള്ള ഡിസയർ വേണം, ആ ഒരു ഇച്ഛാശക്തി വേണം. അത് മാത്രമേ അതിൻ്റെ റിക്വയർമെൻ്റ് ഉള്ളൂ. നമുക്കത് വേണം, എനിക്കത് സാധിക്കണം എന്നുള്ള ഒരു ആഗ്രഹം മാത്രം ഉണ്ടായാൽ മതി. പിന്നെ ഈ പറഞ്ഞ മാതിരി അത് പകർന്നു കൊടുക്കാൻ കഴിവുള്ള ഒരാളും മാത്രം ഉണ്ടെങ്കിൽ ആർക്കും സാധിക്കാവുന്ന ഒരു കാര്യമാണത്. അതല്ലാതെ ഒരു ഡിഫിക്കൽട്ട് ടാസ്ക് അല്ല. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മളുടെ റിയൽ ആ ഒരു സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ ഈ നമ്മളുടെ അൺകണ്ടീഷണലായിട്ടുള്ള മുംബൈയിൽ ചോദിച്ച പോലെയുള്ള ഈവൻ വസ്ത്രധാരണമോ ഭക്ഷണ രീതികളോ നമ്മുടെ ചില പ്രത്യേക രീതികളോ ഒന്നൊക്കെ അതീതമായിട്ട്, അതിനെല്ലാം അതീതമായിട്ട് നമ്മുടെ ക്രിയേറ്ററുമായിട്ട് കൂടിച്ചേർന്ന് നമ്മളാരാണെന്ന്, അതായത് നമ്മൾ ഈ യൂണിവേഴ്സ് നിറഞ്ഞു നിൽക്കുന്ന ആ പ്രപഞ്ച സത്യത്തിൻ്റെ തന്നെ പാർട്ട് ആൻഡ് പാർസലാണെന്നുള്ള ആ ഒരു ബോധം, അഗെയിൻ അത് മെൻ്റലി ആ ഇൻ്റലക്ട് ലെവലിലോ മൈൻഡ് ലെവലിലോ ഉണ്ടാവേണ്ട കാര്യവുമല്ല. കാരണം മൈൻഡ് ഞാൻ പറഞ്ഞു അതൊരു ഇലൂസീവ് ആയിട്ടുള്ള കാര്യമാണ്. ഇൻ്റലക്ട് അത് റിയാലിറ്റിയാണ്, ബട്ട് സ്റ്റിൽ ലിമിറ്റേഷൻസ് ഉണ്ട്. ബട്ട് ദ റിയാലിറ്റി എന്ന് പറയുന്നത്, ദ റിയൽ ഹീറോ കുടികൊള്ളുന്നതെന്ന് പറയുന്നത് ഹൃദയത്തിലാണ്, ഹാർട്ടിലാണ്. അപ്പോൾ ആ ഹാർട്ട് ലെവലിൽ അത് നമുക്ക് അനുഭവിക്കാൻ കഴിയണം. അപ്പോൾ ആ അനുഭവം സംഭവിച്ച്, ആ സെൽഫ് റിയലൈസേഷൻ സംഭവിച്ചിട്ടുള്ള ആ ഒരവസ്ഥയാണ് ശരിയായിട്ടുള്ള ആധ്യാത്മിക, ശരിയായിട്ടുള്ള യോഗയും. ശരി. ഇത് എങ്ങനെയാണ് ഇതിനെ തേടിയുള്ള യാത്ര തുടങ്ങിയത്? ഇതിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടു? എനിക്ക് ബേസിക്കലി എന്നെ സംബന്ധിച്ച് ഞാൻ വളരെ ചെറുപ്പം മുതലേ എനിക്ക് വളരെ താല്പര്യമുണ്ടായിരുന്ന ഒരു ഫീൽഡാണ് ആത്മീയത. ഇപ്പം ഞാൻ പല പ്രൊഫഷനിലൂടെയും പല ഓർഗനൈസേഷൻസിലും ഒക്കെ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള പല ഓർഗനൈസേഷനിലും വളരെ സീനിയർ പൊസിഷനിൽ തന്നെ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. സ്റ്റാർട്ട് ഫ്രം അവർ ഇന്ത്യൻ എയർഫോഴ്സ്. ഇന്ത്യൻ എയർഫോഴ്സിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇന്ത്യൻ എയർഫോഴ്സിൽ ഒരു 9 വർഷം ഉണ്ടായിരുന്നു ഞാൻ. അത് കഴിഞ്ഞ് വന്ന് നമ്മൾ കുറച്ചു കാലം സിനിമ രംഗത്തുണ്ടായിരുന്നു. കുറച്ച് സിനിമയുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നല്ല ഫേമസ് പല ഡയറക്ടേഴ്സിൻ്റെ കൂടെയൊക്കെ പ്രവർത്തിച്ചു, ചില സിനിമയിലൊക്കെ അഭിനയിച്ചു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ ജോലി ആയിട്ട് വെളിയിലേക്ക് വന്നു. അങ്ങനെ ഡോൾഫിൻ എനർജി ലിമിറ്റഡ്, സൗദി അരാംകോ, ജപ്പാൻ ഗ്യാസോലിൻ കോർപ്പറേഷൻ, അമേരിക്കൻ ബ്യൂറോ ഓഫ് ഷിപ്പിംഗ്, ദുബായ് പെട്രോളിയത്തിൻ്റെ സബ്സിഡറി ആയിട്ടുള്ള ദുബായ് സപ്ലൈ അതോറിറ്റി, പിന്നെ ഇപ്പം ദുബായ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റി. അപ്പോൾ ഇതെല്ലാം ബേസിക്കലി ഗവൺമെൻറ് റിലേറ്റഡ് ഓർഗനൈസേഷൻസ് ആയിരുന്നു. അവിടെയെല്ലാം വളരെ സീനിയർ പൊസിഷനിൽ ദൈവത്തിൻ്റെ കാര്യം കൊണ്ട് നമുക്ക് ജോലി ചെയ്യാൻ പറ്റി. പക്ഷേ ഇതിന് ഇടയ്ക്കൊക്കെ തന്നെ അപ്പോഴും ഈ ആത്മീയമായിട്ടുള്ള ആ ഒരു കാര്യങ്ങളിൽ ഞാൻ വളരെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ്, അത് മാത്രമല്ല ഞാൻ നമ്മളുടെ ആ ഒരു റിച്വലിസത്തിൽ ബേസ് ചെയ്തുള്ള ആരാധനാ രീതികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോകുന്ന സമയത്തും റിയാലിറ്റി ഹാർട്ടിൽ കുടികൊള്ളുന്ന ആത്മാവാണ് എന്നുള്ളൊരു ബോധം എനിക്കുള്ളിലുണ്ടായിരുന്നു. അപ്പോൾ അതിലെ ഒരു അന്വേഷണത്തിലാണ് ഫൈനലി. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിങ്ങനെ പലരുടെ അടുത്ത് പോവുകയും പല മാസ്റ്റേഴ്സിനെയൊക്കെ കാണുകയും ഒക്കെ ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് സെൽഫ് റിയലൈസേഷൻ എന്നുള്ള ഒരിതാണ്. ശ്രീമാതാജിയാണ് സഹജയോഗയുടെ ഗുരു എന്ന് പറയുന്നത്. ശ്രീമാതാജി നിർമ്മലാദേവി. ഈ ശ്രീമാതാജിയുടെ ഇതുമായിട്ട് ഏത് വർഷം മുതലാണ് അടുക്കുന്നത്? എക്സാക്ട്ലി
ഇയർ ഒരു എന്തായാലും ഒരു 12 വർഷത്തോളം ആയി കാണും, 12 വർഷത്തോളമായി. അത് സെൽഫ് റിയലൈസേഷൻ എന്നൊരു വേർഡാണ് എന്നെ ആകർഷിച്ചത്. അപ്പം ഈ സെൽഫാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് അതിനു മുമ്പേ എനിക്കൊരു അവയർനെസ്, ഉള്ളിൽ ആ ഒരു ബോധം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുന്നില്ലായിരുന്നു. അപ്പോഴാണ് ശ്രീമാതയുടെ പ്രോഗ്രാമിന് പോകുന്നത്. അപ്പോൾ ബേസിക്കലി ഇൻസ്റ്റൻ്റായിട്ട് നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു എനർജി അവേക്കൻ ചെയ്യാനും അത് നമുക്ക് അനുഭവിക്കാനും, ഞാൻ അത് എടുത്തു പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് വായിക്കുമ്പോൾ ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. കാരണം ഇത് പല ഇതിലും ഇപ്പോൾ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എല്ലാം പറയുന്നത് ഈ ആത്മാവിനെ പറ്റിയും ആത്മസാക്ഷാത്കാരത്തെ പറ്റിയും ആത്മാവും പരമാത്മാവും തമ്മിലുള്ള റിലേഷനാണല്ലോ എല്ലാ റിലീജിയനിലും എല്ലാ സ്പിരിച്വൽ സ്ക്രിപ്റ്റേഴ്സിലും പറയുന്നത്. പക്ഷേ നമുക്കത് അനുഭവിക്കാൻ, എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുന്നതാണ് അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അത് സാധ്യമായത് എനിക്ക് സഹജയോഗയിൽ മാത്രമാണ്. പിന്നെ ഞാൻ അതങ്ങ് കണ്ടിന്യൂ ചെയ്തു എന്ന് മാത്രമല്ല, എനിക്കത് ഒരു ഫുൾഫിൽമെൻറ്റ്. ഇപ്പം നമ്മൾ ഒരു അന്വേഷണം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മളിപ്പം ഒരിടത്തുനിന്ന് വേറെ വീണ്ടും ജമ്പ് ചെയ്ത് വേറെ ഒരിടത്തേക്ക് എപ്പോഴും നമ്മൾ പോകുന്നത് നമുക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉള്ളിൽ വരാത്തത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ ആ അന്വേഷിച്ച വസ്തു ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്ന് ബോധ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പിന്നൊരു അന്വേഷണമോ ഒരു ഓട്ടമോ ഉണ്ടാവില്ലല്ലോ. നമ്മൾ അതിൽ തന്നെ അതിന് മാക്സിമം നമുക്ക് അതിൽ നിന്നും എന്തൊക്കെ കിട്ടാൻ പറ്റും അതിലുള്ള ഇതായിരിക്കും. നമ്മൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചു. അപ്പം തീർച്ചയായിട്ടും നമുക്ക് വീണ്ടും തുടരാം. ഇതൊരു ചെറിയൊരു ബ്രേക്ക്. ഓക്കെ, താങ്ക് യു. ഓക്കെ.